എനിക്ക് ആരുടെ അടുത്ത് ദേഷ്യം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ ദേഷ്യമൊക്കെ ഉണ്ട്, മനുഷ്യനല്ലേ. അപ്പൊ നമ്മളെ ദ്രോഹിച്ച ഒരാളെ ദേഷ്യം വരൂലേ? നമ്മള് ദ്രോഹം ചെയ്ത ഒരാളും പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ സിംഗിൾ പാരന്റ് എന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞ മറുപടിയൊക്കെ നമുക്ക് അത് വേദനിക്കുന്നതാണ്. ഇപ്പൊ തന്നെ ഇത് ഓറഞ്ച് കളർ ഷർട്ടല്ലേ, ഇത് കണ്ടിട്ട് പല ആൾക്കാരും പറയുന്നുണ്ട് ഇപ്പോഴാണ് അവൻ കറക്റ്റ് BJP കാരനായത്. സുഗീയുടെ ഡ്രസ്സ് ഇപ്പൊ ഞാൻ ഇനി ഓറഞ്ചിൽ തച്ചിട്ടോണ്ട് എന്നുള്ള രീതിയിൽ. വേറെ ജോലി കിട്ടാതെ വന്ന മാത്രമല്ല, ഈ വണ്ടി ഓട്ടിപ്പില് ഒരുപാട് റിസ്ക് ആണ്. ഈ റോഡിൽ കൂടെ ഓടുന്ന വണ്ടിയല്ലേ, തട്ടുമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത അത് മതി അവര് പറഞ്ഞു നടക്കെ. അത് കഴിഞ്ഞ് പ്രൈവറ്റ് ബസ് സ്ഥിരം ഒരു 2-3-4 മാസമൊക്കെ ആയപ്പോഴാണ് പ്രൈവറ്റ് ബസ്സിൽ പ്രശ്നങ്ങൾ അവരുണ്ടാക്കിയത്. അങ്ങനെയാണ് വെഹിക്കിളിനെ കൊണ്ട് പിടിപ്പിക്കുകയും ചെയ്തത്. അപ്പൊ അങ്ങനെയാണ് ബസ്സിൽ വിളിക്കാതായത്. പല ആൾക്കാരും പറയുന്നുണ്ട്, പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെ പറയുന്നുണ്ട് കേസ് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പാർട്ടിയിലുള്ള ആൾക്കാർക്കും അറിയാം ഇത് ന്യായമായിട്ടുള്ള കാര്യമാണ്. എന്നെ പബ്ലിസിറ്റി ചെയ്യണമെന്ന് ഞാൻ ആരുടെ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ മീഡിയസിനെ വിളിച്ച് പറയണേ, ഞാൻ ഇത് വണ്ടി ഓടാന് അല്ലെങ്കിൽ സുഖി ഓടാന്. ഞാൻ ഇങ്ങനെ പോകുമ്പോ യാതൊരു ഒരാൾ ഏറ്റെടുക്കുമ്പോ പിന്നെ ബാക്കിയുള്ളവരുടെ ശ്രദ്ധയിൽ വന്ന് അങ്ങനെയാണ് നല്ലത്. ഏതുമാണ് കൂടെ ഉള്ളത്? എന്നെ നമ്മളെല്ലാവരും അറിഞ്ഞിരുന്നത് KSRTC ഡ്രൈവർ ആയിരുന്ന സമയത്തായിരുന്നു. ഇപ്പൊ സുഖി ഓടുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? ഇപ്പൊ തൽക്കാലത്തേക്ക് സുഖി ഓടാന്ന് വിചാരിച്ചു. ഇതാകുമ്പോഴത്തേക്ക് നമ്മുടെ ടൈം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈമാണ്. പിന്നെ KSRTC ഓടും പോലെ തന്നെയാണ്, അത്രയും റിസ്ക് ഇല്ല. പിന്നെ നമ്മുടെ കാര്യങ്ങൾ ഇതിനിടയ്ക്ക് എല്ലാം നടക്കും. പൈസക്ക് അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ പൈസ കിട്ടും. പിന്നീട് മറ്റു ജോലിയൊന്നും കിട്ടാതെ വന്നതോടെയാണോ ഇതിലേക്ക് തിരിഞ്ഞത്? വേറെ ജോലി കിട്ടാതെ വന്ന മാത്രമല്ല, ഈ വണ്ടി ഓട്ടിപ്പില് ഒരുപാട് റിസ്ക് ആണ്. ഈ റോഡിൽ കൂടെ ഓടുന്ന വണ്ടിയല്ലേ, തട്ടുമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത അത് മതി അവര് പറഞ്ഞു നടക്കെ. തട്ടുമുട്ട് സ്വാഭാവികമാണ്, റോഡിൽ ഓടുന്ന വണ്ടിയാകുമ്പോൾ തട്ടുമുട്ടും ഉണ്ടാവും. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഈ കേസ് 21-ാം തീയതി ശനിയാഴ്ചയാണ്. അപ്പൊ അതുകൊണ്ടാണ് മെയിനായിട്ട്. അല്ലാതെ വണ്ടി ഓടാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടും വണ്ടി പാഷൻ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇഷ്ടക്കേടൊന്നുമില്ല. ഒരു പേടി മൊത്തത്തിൽ വന്നു. പേടി എന്ന് പറയാൻ പറ്റില്ല, നമ്മളായിട്ട് അവർക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്, അത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമാവും. അതാണ്. ഇപ്പൊ എങ്ങനെ ഇത് സുഖി ഓടുമ്പം ഇപ്പം കാര്യമായ വരുമാനം കിട്ടുന്നുണ്ടോ? കാര്യമായിട്ട് അങ്ങനെ പറയത്തക്ക കാര്യമായിട്ട് ഞാൻ ഓടുന്നില്ല. എന്നുവെച്ചാ വേറെ ഒന്നല്ല, ഇടയ്ക്ക് മോനെ സ്കൂളിൽ കൊണ്ടാക്കുകയും വിളിച്ചോണ്ട് വരാനൊക്കെ ആളില്ല. അപ്പൊ അതുകൊണ്ട് ബസ്സിൽ പോയാൽ അതും നടക്കൂല. അതൊക്കെ ഉദ്ദേശിച്ചാണ് സുഖിയിൽ വന്നത്. മാന്യമായിട്ടുള്ള കിട്ടും, മാന്യമായിട്ട് ഓടിക്കഴിഞ്ഞാൽ മാന്യമായിട്ടുള്ള കിട്ടും, അല്ലാതെ ഭയങ്കരമായിട്ട് ഒന്നും കിട്ടത്തില്ല. ഈ വാർത്ത വന്നതിന് ശേഷം ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഇപ്പൊ സുഖി ഓടുമ്പോഴാണെങ്കിലും കാണുന്ന ആളുകളൊക്കെ അതാണ് ഈ ചാനലുകാര് സുഖി ഓടുമ്പോഴായാലും വണ്ടി നമ്പർ ഉൾപ്പെടെ എടുത്താണ് അയച്ചു കൊടുത്തത്. അപ്പൊ അത് ഭയങ്കര പല ആൾക്കാർ എന്നെ വിളിച്ച് വഴക്ക് പറയും. ഞാൻ ഒന്നും ചെയ്തതല്ല. ഞാൻ ഇതേപോലെ വണ്ടി ഫുഡ് കൊണ്ടുകൊടുക്കാൻ വേണ്ടിട്ട് അന്ന് സമരം ഉണ്ടായിരുന്നല്ലോ. ആ സമരത്തിന് പോണ വഴിക്ക് ഇങ്ങനെ തടഞ്ഞു നിർത്തിയാണ് ഇവര് വീഡിയോ എടുത്തോണ്ടിരിക്കുക. തടഞ്ഞു നിർത്തിയാണ് എടുത്തത്. അപ്പൊ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ. നമ്മൾ ഈ പറയുന്നു പെട്ടെന്ന് അടുത്ത ഫുഡ് കൊണ്ടുപോകണം എന്റെ വെപ്രാളത്തിൽ പോവേ. ഞാൻ പിന്നെ വിളിച്ച് പറഞ്ഞു, നമ്മളിപ്പോ ഒരു ജോലിക്ക് ഇറങ്ങി തിരിക്കുമ്പോ അത് തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് നിങ്ങളുടെ വാർത്തയൊക്കെ കുഴപ്പമില്ല, തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് നിങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞു. അതിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്തൊരു ലക്ഷങ്ങൾ ആൾക്കാർ കണ്ടതാണ്. ഈ പണിമുടക്കിന്റെ സമയത്തും ഓടിയ വാർത്തയാണ് ഇപ്പൊ ഓടിയ വാർത്ത. വണ്ടിയും വണ്ടി നമ്പർ ഉൾപ്പെടെ ഉണ്ട്. അത് നമുക്ക് വിനയാവും, അതാണ് കാര്യം. ഇപ്പൊ ഈ സുഖി ഓടുമ്പോഴും ഭീഷണികൾ ഉണ്ടെന്നാണോ? ഭീഷണികൾ അങ്ങനെ എന്റെ ചെവിയിൽ കേൾക്കുന്നില്ലെന്ന്. ഭീഷണി ഉണ്ടോ എന്ന് അറിയത്തില്ല. തടസ്സങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? തടസ്സം ഇപ്പൊ വാർത്ത വന്നല്ലേ ഉള്ളൂ. കുറച്ചു കാലം കഴിയണം, കുറച്ച് ദിവസം കഴിയുമ്പോ അറിയാം തടസ്സങ്ങൾ ഉണ്ടാവോ ഇല്ലേ എന്നുള്ളത്. പിന്നീട് അറിയാൻ പറ്റും. തടസ്സങ്ങൾ ഇതുവരെയ്ക്കും ഇല്ല, ഇനി ഉണ്ടാവൂലെന്ന് പറയാനും പറ്റൂല. എന്ന് വെച്ചാൽ ബസ് കുറെ കാലം KSRTC ഒഴിവായി നിന്നപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് 6-7 മാസം കഴിഞ്ഞാണ് പ്രൈവറ്റ് ബസ്സിൽ കയറുന്നത്. അത് കഴിഞ്ഞ് പ്രൈവറ്റ് ബസ് സ്ഥിരം ഒരു 2-3-4 മാസമൊക്കെ ആയപ്പോഴാണ് പ്രൈവറ്റ് ബസ്സിൽ പ്രശ്നങ്ങൾ അവരുണ്ടാക്കിയത്. അങ്ങനെയാണ് വെഹിക്കിളിനെ കൊണ്ട് പിടിപ്പിക്കുകയും ചെയ്തത്. അപ്പൊ അങ്ങനെയാണ് ബസ്സിൽ വിളിക്കാതായത്. അല്ലാതെ ഞാൻ സ്വയമേ ഇറങ്ങിപ്പോയതോ അങ്ങനെയൊന്നുമില്ല. കാര്യം ഇങ്ങനെ കിട്ടിയപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനെ ഒരു വണ്ടിക്ക് തന്നെ 2-3-4-5 തവണ വെഹിക്കിൾ ചെക്ക് റിപ്പോർട്ട് കൊടുക്കുമ്പോഴത്തേക്ക് വണ്ടി
ടെസ്റ്റ് പണിക്ക് എപ്പോഴായാലും ഇതൊരു ബ്ലാക്ക് മാർക്ക് ആയിരിക്കും. ടെസ്റ്റ് പണിക്ക് പോകുമ്പോഴത്തേക്ക് അതൊരു ബ്ലാക്ക് മാർക്കാണ്. ഈ മേയർ ആര്യ രാജേന്ദ്രനെതിരെ നിലവിൽ വന്നതിന് ശേഷം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടേ ഉള്ളൂ എന്നാണോ? ജീവിതമാർഗം മൊത്തത്തിൽ തടസ്സപ്പെട്ടു എന്നാണോ? ഈ പ്രശ്നത്തിന് ശേഷം കൂടുതൽ പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളൂ, അല്ലാതെ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു പ്രശ്നത്തിന് ശേഷം സാധാരണ നോർമൽ മനുഷ്യന്മാര് നിൽക്കും പോലെ ഒന്നും നിൽക്കാൻ പറ്റില്ല. എവിടെ നിന്നാലും ഇപ്പൊ നിങ്ങളെ നിന്നപ്പോ കണ്ടില്ലേ, ഒരാൾ വന്നിട്ട് സെക്കൻഡ് എന്ന് ചോദിക്കും, ആരാണ് എന്തരാണെന്ന് അറിഞ്ഞൂടാ. അപ്പൊ ഓരോ ആൾക്കാർ വന്നിട്ട് എന്തരായി കേസ്, എങ്ങനെയാണ് കേസ് കൊണ്ടുപോകുന്നതെന്നത് ചോദിക്കാറുണ്ട്. അത് ചിലപ്പോ നമുക്ക് നെഗറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഞാൻ പറയും കേസിന്റെ ഡീറ്റെയിൽ ഒന്നും പറയില്ല. 21-ാം തീയതി കേസെന്ന് പറയും, ശരിയെന്ന് പറയും, ഞങ്ങൾ വരും. പല ആൾക്കാരും പറയുന്നുണ്ട്, പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെ പറയുന്നുണ്ട് കേസ് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. പാർട്ടിയിലുള്ളവരാണ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പാർട്ടിയിലുള്ള ആൾക്കാർക്കും അറിയാം ഇത് ന്യായമായിട്ടുള്ള കാര്യമാണ്. ചില ആൾക്കാർ ന്യായത്തിന് നിന്നാലും അവരെ വെളിയിലാക്കണ പരിപാടി ഉണ്ടല്ലോ. അത് പറഞ്ഞു വരുന്നത് ആര്യ രാജേന്ദ്രനെതിരെ പാർട്ടിക്കകത്ത് വിമർശനം ഉണ്ടെന്നാണോ? അത് വാർത്തകളിലൊക്കെ പബ്ലിസിറ്റി ആയതല്ലേ. അത് ഇവരെ ഒരു ധാർഷ്ട്യവും കാര്യങ്ങളും കൊണ്ട് തന്നെയാണ്. അപ്പൊ അത് പാർട്ടിക്കകത്ത് തന്നെ പല ആൾക്കാർക്കും ഇഷ്ടമില്ലായ്മ ഉണ്ട്. ഇപ്പൊ താങ്കളുടെ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു പ്രധാന കമന്റ്സ് എന്ന് പറയുന്നത് ആര്യ രാജേന്ദ്രൻ കാരണം യദുവിന്റെ ജീവിതം ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അല്ല, സുഖി അങ്ങനെ യദുവിന്റെ ജീവിതം ഇങ്ങനെ ആവാനാ? സുഖി എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട പണിയൊന്നുമല്ല. എത്ര പയ്യന്മാര് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നു, വേറെ ജോലി ചെയ്തിട്ട് വന്ന് ചെയ്യുന്നവരുണ്ട്. എഞ്ചിനീയറിംഗ് ഇവിടെ പഠിക്കുന്ന എത്രയോ പിള്ളേർ ചെയ്യുന്നുണ്ട്. അതൊന്നും മോശമല്ല. നമ്മളെ ആരെയും പറ്റിക്കാതെയും വഞ്ചിക്കാതെയും ജോലി ചെയ്ത് ജീവിക്കുക, അതൊന്നും കുഴപ്പമില്ല. ഇതാകുമ്പോൾ നമുക്ക് ഫുൾ സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ തന്നെ ഇതിന്റെ ഓണർ, നമ്മൾ തന്നെയാണ് എല്ലാം, ഓള് നമ്മളാണ്. അപ്പൊ അതിൽ ഞാൻ ഇതിൽ ഹാപ്പിയാണ്. അതുപോലെ ഇപ്പൊ ഈ നെഗറ്റീവ് പറയുന്ന ആളുകൾ മാത്രമല്ല, ഈ പോസിറ്റീവ് ഇങ്ങനെ പറയുന്ന ആളുകൾ മാത്രമല്ല, യദുവിന് നെഗറ്റീവ് ഈ പറയുന്ന ആളുകളുണ്ട്. അതായത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ. ഞാൻ ഒന്നിനും മീഡിയാസിനെ വിളിച്ച് പറഞ്ഞിട്ടില്ലല്ലോ എന്നെ പബ്ലിസിറ്റി ചെയ്യണം എന്ന് ഞാൻ ആരുടെ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ മീഡിയാസിനെ വിളിച്ച് പറയണേ, ഞാൻ ഇത് വണ്ടി ഓടാന് അല്ലെങ്കിൽ സുഖി ഓടാന്. ഞാൻ ഇങ്ങനെ പോകുമ്പോ യാതൊരു ഒരാൾ ഏറ്റെടുക്കുമ്പോ പിന്നെ ബാക്കിയുള്ളവരുടെ ശ്രദ്ധയിൽ വന്ന് അങ്ങനെയാണ്. അല്ലാതെ ഞാനായിട്ട് ആരെയും വിളിക്കാറില്ല, ഞാൻ ഒന്നിനും പോവാറുമില്ല. നമ്മളെ ജോലി എന്നും പറഞ്ഞുണ്ടായിരുന്നു. അല്ലാതെ നമ്മളെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നാളെ തൊട്ട് അല്ലെങ്കിൽ ഇനി 5-6 ദിവസം തൊട്ട് ഇതാണ് ജോലി എന്നും പറഞ്ഞിട്ട് ചില മീഡിയാസിൽ പല ആൾക്കാരും ഉണ്ടല്ലോ, ആറാട്ടെണ്ണനും അത് ഇതൊക്കെ ആയിട്ട്. അതൊക്കെ പബ്ലിസിറ്റി വേണ്ടി തന്നെ. എനിക്ക് പബ്ലിസിറ്റി ചെയ്തിട്ട് അങ്ങനെ ഉപയോഗമൊന്നുമില്ല. എന്റെ കേസ് പബ്ലിസിറ്റി ചെയ്തെന്നും പറഞ്ഞിട്ട് കേസ് നീതി കിട്ടിയാ? ഇല്ലല്ലോ. ഇപ്പൊ പറഞ്ഞല്ലോ നിലവില് ഭീഷണി കോളുകൾ അടക്കം വരുന്നുണ്ടെന്ന്. അപ്പൊ കൂടുതലും രാത്രി കാലങ്ങളൊക്കെയാണ് ഓടുന്നത്. അത് എന്തെങ്കിലും പേടിയുണ്ടോ അങ്ങനെ രാത്രി കാലങ്ങളിലൊക്കെ ഓടുമ്പോ? അങ്ങനെ ഓടാൻ പേടിയുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഓടൂലല്ലോ. എങ്കിൽ രാവിലെ തന്നെ പണി ഒഴിവാക്കി വീട്ടിൽ ഇരുന്ന. അങ്ങനെ പേടിയൊന്നുമില്ല. വരാനുള്ളത് ഇപ്പൊ നമ്മൾ കടുകിന്റെ അകത്ത് ഒളിച്ചാലും വരും. ചിലപ്പോ നമ്മൾ ചാവാനുള്ള ആളാണെങ്കിൽ ഒരു കൊച്ചങ്ങ വീഴുന്നാലും ചാവും. അതിന്റെ കാര്യമൊന്നും. പിന്നെ ദൈവം നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം നമ്മൾ പേടിക്കുന്നത്. നമ്മൾ സത്യസന്ധമായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പേടിയും വേണ്ട. ഇതിനെ കുറിച്ച് എന്ത് പോസ്റ്റ് ഇടുമ്പോഴും വന്ന് നെഗറ്റീവ് ഇടുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. എന്ന് വെച്ചാൽ അവരെന്നെ ദൂരേന്ന് മനസ്സിലാക്കിയിട്ടുള്ളൂ. അടുത്തറിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയൂല. ദൂരേന്ന് മനസ്സിലാക്കിയും പിന്നെ പാർട്ടി പറഞ്ഞത് കേട്ട് പറയുന്ന ആൾക്കാരും കാണുമായിരിക്കും. എന്ന് വെച്ചാൽ ഇവർ മേയറായിരുന്നപ്പോൾ പാർട്ടി പറയണ കേൾക്കാം. ഇപ്പം പാർട്ടി പറയൂല. മേയറല്ലല്ലോ, ഇപ്പൊ സാധാ ഒരു പാർട്ടിയുടെ ഒരു അംഗം അല്ലേ അവര്. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും. ഇപ്പൊ ചിലപ്പോ ആളുകൾ ചോദിക്കാം, യദുവിന് എന്തിനാണ് ആര്യോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ, അല്ലെങ്കിൽ ദേഷ്യം കൊണ്ടാണോ ഇങ്ങനെ മാധ്യമങ്ങളോട് അത്തരത്തിൽ പ്രതികരിക്കുന്നത്? അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ എന്തായിരിക്കും? ആർക്ക്? എനിക്കോ? എനിക്ക് ആര്യയുടെ അടുത്ത് ദേഷ്യം. എനിക്ക് ആര്യയുടെ അടുത്ത് ദേഷ്യം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ ദേഷ്യമൊക്കെ ഉണ്ട്. മനുഷ്യനല്ലേ. അപ്പൊ നമ്മളെ ദ്രോഹിച്ച ഒരാളെ ദേഷ്യം വരൂലേ? നമ്മളെ ദ്രോഹം ചെയ്ത ഒരാളും പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ സിംഗിൾ പാരന്റ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ മറുപടിയൊക്കെ നമുക്ക് അത് വേദനിക്കുന്നതാണ്. ഒന്നുമില്ലെങ്കിലും ഒരു അമ്മയായിട്ടുള്ള ഒരു വ്യക്തിയാണ്, മാതാവാണ്. അപ്പൊ അവര് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ സിംഗിൾ പാരന്റ് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവര് പറയുന്നത് ഞാനും സിംഗിൾ പാരന്റ് ആണ്. ഞാൻ കേട്ട് അതെങ്ങനെ മേഡം എന്ന് ചോദിച്ചു. അപ്പോഴും ഈ നിമിഷവും ഈ എല്ലാ ചാനലിലും ഞാൻ അവരെ നെഗറ്റീവായിട്ട് പറയാനോ അവരെ മോശപ്പെടുത്താനോ നോക്കിയിട്ടില്ല. പക്ഷെ അവര് എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം നെഗറ്റീവ്. അവരെ ആൾക്കാരും കുറെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ തന്നെ ഇത് ഓറഞ്ച് കളർ ഷർട്ടല്ലേ, ഇത് കണ്ടിട്ട് പല ആൾക്കാരും പറയുന്നത് ഇപ്പോഴാണ് അവൻ കറക്റ്റ് BJP കാരനായത്.
സുഗീയുടെ ഡ്രസ്സ് ഇപ്പൊ ഞാൻ ഇനി ഓറഞ്ചിൽ തച്ചിട്ടോണ്ട് കിടക്കുന്നുള്ള രീതിയിൽ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇരുട്ട് ഉള്ള ആൾക്കാർക്ക് ഇരുട്ടായിട്ട് തോന്നുള്ളൂ, അത് വെട്ടം വരൂല. അങ്ങനെയാണ്. നമ്മളെത്ര പറഞ്ഞാലും ഇപ്പൊ കാറ്റടിക്കുന്ന കാലത്തൊക്കെ വേലി കെട്ടാൻ പറ്റും. ഇത് ഏതോ ഇപ്പൊ പറഞ്ഞല്ലോ, അതുപോലെ ചില കമന്റ്സ് ഉണ്ട്, ഏതോ ഒരു പ്രത്യേക പാർട്ടിക്കാർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചിലർ പറയുന്നുണ്ട്. ഇപ്പൊ ഏതോ അങ്ങനെ ചെയ്തെങ്കിൽ അത് പ്രിപ്പറേഷൻ എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു. നമ്മളിപ്പം വണ്ടിയിലും മനഃപൂർവ്വമായിട്ട് മേയറിന്റെ വണ്ടി, മേയർ എന്ന് എഴുതിയിരിക്കുന്ന വണ്ടി കൊണ്ടുവന്ന് തടഞ്ഞ് ഓ അപ്പോൾ അത് വണ്ടി തടഞ്ഞു നിർത്തി, അങ്ങനെ നമ്മൾ തടഞ്ഞു നിർത്തി, അങ്ങനെ വിഷയം ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ വണ്ടിയാണ് തടഞ്ഞത്. പബ്ലിസിറ്റി നേടാൻ അവർ നോക്കിയതാണ്, പക്ഷെ അവർക്ക് തിരിച്ച് കിട്ടിയതാണ്. ദൈവം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ദൈവം. പിന്നെ കർമ്മം കിട്ടാതിരിക്കൂല. കർമ്മഫലം അനുഭവിച്ച് ഞാനായാലും അവരായാലും പോകുള്ളൂ. അത് വേറെ